തൃശ്ശൂർ ഭാഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ തൃശ്ശൂർക്കാരനോ ചാലക്കുടിക്കാരനായതുകൊണ്ട് പറയല്ല, ഒരു പ്രത്യേക സ്ലാങ്ങാണത്. അതായത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ഇതുകൾ പറഞ്ഞുതരാം. തൃശ്ശൂർ ഭാഷയിൽ പറയുമ്പോൾ എടഗടിയ എന്തൊട്ട പരിപാടി, നീ എവിടെടാ, നീ ഒരു കാര്യം അറിഞ്ഞാ മറ്റേ തോമാസേട്ടൻ പടായിട്ടാ. തോമാസേട്ടൻ പടമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചു എന്നർത്ഥം. അതായത് ഫോട്ടോ കെട്ടി തൂക്കി എന്നർത്ഥം. തോമാസേട്ടൻ പടായി. അപ്പോൾ ചോദിക്കും നീ എവിടെ പോയിട്ട് തന്നെ, ഞാൻ തോമാസേട്ടൻ ഇവിടെ പള്ളിപ്പറമ്പിൽ നട്ടേ, തോമാസേട്ടൻ്റെ പള്ളിപ്പറമ്പിൽ നട്ടൂന്ന്, അതായത് കുഴിച്ചിട്ടെന്ന് പറയണേ. നമ്മുടെ തോമാസേട്ടൻ്റെ പള്ളിപ്പറമ്പിൽ നടാൻ പോയിട്ട് വരല്ലേ, സംഭവം ഓൺ ദ സ്പോട്ടില്ല, സ്കൂട്ടായി. അതാണെന്നേ. അത് ചില ഭാഷകൾ. അപ്പം തൃശ്ശൂർക്കാർ വക്കീലിനെ പറയണത്, നമ്മുടെ വക്കീലിനെ എന്താ പറയുന്നറിയാമോ, ആ മറ്റേ കെടി തോറ്റുടാ കോടതിയിൽ പോയിട്ട്. എന്തു പറ്റി, ആ വവ്വാലേട്ടൻ ശരിയായില്ല, വവ്വാലെന്ന് പറയണ വക്കീൽ. അങ്ങനത്തെ ഒരു വേഷത്തിൻ്റെ പ്രത്യേകത പറയണത്. അപ്പോൾ ഓരോ തമാശകളുള്ളൊരു ഭാഷയാണ് തൃശ്ശൂരിൻ്റെ ഭാഷ, അതായത് ഒരു സ്നേഹമുള്ള ഭാഷയാണ്. അപ്പോൾ ആ തൃശ്ശൂരിൻ്റെ ഭാഷയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഓരോ ഭാഷകൾക്കും ഞാനിപ്പോൾ എൻ്റെ കാസറ്റിലായാലും ഞാൻ പറയും, ചില ഭാഷകളുണ്ട്. ഞാനിപ്പോൾ ഞാൻ ഒരു ഭാഷ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഏനൻ്റെ പൊന്നിൻ്റെ കുയിനോട്ടുകാരാ, ഏനൻ്റെ അവസ്ഥ വയനല്ലാത്ത അവസ്ഥയാണ്. ഏനെന്താ ചെയ്യുന്നയ്യ, ഞാനൊരു കൈനസിറ്റ് അതിനിറക്കിയിട്ട് അതിനല്ല പൈനാട്ട് കൈനട്ടിട്ട് നീനങ്ങളുടെ വീനവരം പൈനറിയണം. ഇതെന്താണെന്ന് ചോദിച്ചാൽ ആർക്കറിയില്ല. ഏനൻ്റെ കുയിനട്ടുകാരാ, എൻ്റെ കൂട്ടുകാരാ. ഞാനൊരു കൈനസ് അതിനിറക്കിയിട്ട്, ഞാനൊരു കാസറ്റ് ഇറക്കിയിട്ട് അതിനതിലെ പൈനാട്ടിൻ്റെ ട്യൂനോണ് കൈനട്ടിട്ട് ആ പാട്ടിലെ ട്യൂണ് നിങ്ങൾ കേട്ടിട്ട് അതിനോട് വീനവരം പൈനറിയണം കേട്ടോ, എന്നോട് വിവരം പറയണം കേട്ടോ. ഇത് ഓരോന്നിലും ഓരോ അക്ഷരങ്ങൾ കൂട്ടി കൂട്ടി പറയണതാണ്. അത് കാസറ്റിലായാലും സിനിമയിലായാലും എല്ലാത്തിനും നമുക്ക് അങ്ങനത്തെ ചില ഭാഷകൾ ഗുണം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പെട്ടെന്ന് നമുക്ക് പറയാനും അതുപോലെ ഒരിക്കലും തൊണ്ടയിൽ ഒതുങ്ങാത്ത ചില കാര്യങ്ങൾ നമ്മൾ സ്റ്റേജിൽ പറയുക. അതായത് പെടപെടാന്ന് പറയുന്ന ഒരുപാട് ഇതിൻ്റെ പഴയ കൊച്ചിൻ കലാഭവനിലൊക്കെ കളിക്കുമ്പോൾ ഉള്ളൊരു അനുഭവമാണ് ഞാനിപ്പോൾ ഓർക്കേണ്ടത്. എടാ അട്ടപ്പാടിയിൽ 8 വീട്ടിൽ കുട്ടപ്പഞ്ചേട്ട പട്ടിയെ മട്ട് പിടിപ്പിച്ച മട്ടുപാവി കുട്ടപ്പഞ്ചേട്ട പോട്ടെ പോട്ടെ എന്ന് വെച്ച് നീ എന്നെ വട്ടത്തിലിട്ട് തട്ടിയ സംഭവം നാട്ടി പാട്ടലട ചട്ട പൊട്ട കുട്ട ചട്ട ചട്ടന പൊട്ടഞ്ച പൊട്ടന നാട്ടില പട്ടി മണിക്കലാടത്. അന്ധനായ സ്വന്തം തന്തയുടെ മോന്തയെ കുന്തം കൊണ്ട് കുത്തി അന്ധനാക്കിയ ബന്ധു ഇന്ത്യയോട് അന്തിക്ക് ചന്തയിൽ പന്തവും കത്തി ചിന്തിരിക്കുന്ന നിന്റെ ബന്ധുവായി ശാന്ത ചിന്തേറി തള്ളാൻ പോയി. ആട്ടെ പോട്ടെ ഇരിക്കട്ടെ, ഒരിക്കൽ തട്ടാൻ കുട്ടപ്പനെ വിട്ട് കോട്ടപ്പടിക്ക് വന്നപ്പോൾ തട്ടാൻ കുട്ടപ്പനെ വട്ടത്തിലിട്ട് തട്ടിയ സംഭവം നാട്ടി പാട്ടല ചട്ട പൊട്ട കുട്ട. എടാ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്ന് ചൊല്ലി ഗതികെട്ട പുലിന്നിവിടെ ചില്ലി ചിക്കൻ. കഷ്ടകാലത്ത് രക്ഷ നേടാൻ ഇഷ്ടദൈവങ്ങൾ ഇഷ്ടം പോലെ പ്രാർത്ഥിച്ച് മൃഷ്ടാനുവെ കഴിഞ്ഞിലും കഷ്ടിച്ചുള്ള അഷ്ടിക്ക് വേണ്ടി അഷ്ടമിച്ചറുള്ള ഇഷ്ടികളത്തിൽ ഇഷ്ടികം ചുഖമായി കുഷ്ട നിനക്ക് കുഷ്ടം വരാം കഷ്ടം അതെനിക്ക് ഇഷ്ടമാണ് നഷ്ടം. ഇങ്ങനെ സ്റ്റാർട്ട് അങ്ങ് ടാ എന്ന് പറയുന്നത് ഇതൊരു 20 വർഷം മുൻപ് ഞാൻ സ്റ്റേജിൽ അവതരിപ്പിച്ചൊരു രംഗമാണ്. ഇപ്പോൾ പറയുമ്പോൾ ശരിക്കും അത് പടപടാന്ന് വരണില്ല എന്നുള്ളതാണ്. അന്ന് ഇത് എഴുതി കുത്തിയിരുന്ന് വീട്ടിലിരുന്ന് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു വീട്, ആ വീടിലൊരു ചായ്പുണ്ട്. ആ ചായ്പിൻ്റെ മൂലയിൽ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ അവിടെ അടിച്ചു പോരൊക്കെ ചെയ്യും. അമ്മ പറയും അവന് ഭ്രാന്ത, ഇതെന്നാ ഭ്രാന്ത്, അല്ലാണ്ട് വേറെ ഒന്നല്ല. കാരണം നമ്മളിത് പ്രാക്ടീസ് ചെയ്യാന്നുള്ള അമ്മയ്ക്ക് അറിയില്ല. പക്ഷേ ഇത് പഠിച്ചെടുത്ത് പറയുമ്പോൾ ഞാനിത് സ്റ്റേജിൽ പറയുമ്പോൾ എല്ലാ ഓഡിയൻസും കലാഭവൻ മണിയെ ഒരു മണിയാക്കിയ ചില ഐറ്റംസുകളിലൊന്നാണ് ഈ സാധനം. ഇത് ഇങ്ങനെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കും.